ഇവൻ മദ്യം മയക്കുമരുന്ന് ഇതിനൊക്കെ ഭയങ്കര അഗെയിൻസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാണല്ലോ. എന്നിട്ട് ഈ ലാസ്റ്റ് നമ്മുടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഷാമ്പയിനോ എന്തോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാണുന്നത് ഈ എല്ലാരും പോയൊക്കെ കഴിഞ്ഞപ്പം ഇവൻ ഇങ്ങനെ ഇത് കഴിക്കാനുള്ള ഭയങ്കരമായ ടെൻഡൻസി. ഞാൻ ദൂരെ ഇരുട്ടിത്തിരിക്കുന്നത് ഇവൻ കാണുന്നില്ല. ഇവനത് എടുക്കണു, മണപ്പിച്ച് നോക്കുന്നു, ഒരു ഇച്ചിരി കുടിച്ചു നോക്കുന്നു, വെക്കുന്നു. അവൻ 3 കുപ്പി ഷാമ്പയിൻ ഉണ്ടായിരുന്നു, 3 അവൻ കുടിച്ചു തീർത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടായപ്പോൾ ബ്ലസ് ലീഡ് എടുത്താണ്. അത് ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്, അതെനിക്ക് മാറ്റാൻ പറ്റിയേയില്ല. ഇപ്പൊ ബ്ലസ് ലീഡ് എന്തോ കേസൊക്കെ വന്നില്ലേ, ജയിലിലൊക്കെ അല്ലേ, ഇപ്പൊ ജയിലല്ലേ. നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കോളൂ, നീ നിമിഷയോട് ചോദിച്ചു നോക്കൂ, ജാസ്മിനോട്, ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കോളൂ. ഇത് ഉണ്ടായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, മനസ്സിലായില്ലേ. എനിക്ക് ഇഷ്ടപ്പെടാത്തത് ബ്ലസ് ലീലയാണ്. ഇപ്പൊ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് അഭിനയിച്ച് നിൽക്കാൻ പറ്റാത്തൊരു ഏരിയ ആണ്. അപ്പൊ അതിന്റെ അകത്ത് ഉള്ള ഒരു ലക്ഷ്മി പ്രിയനെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവർക്ക് പാത്രവും കഴുകി കൊടുത്ത് അവരെ പൊന്നുപോലെ കുളിപ്പിച്ചൊരുക്കി നോക്കി എന്ന് പറഞ്ഞാൽ പോലും അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവാൻ പോണില്ല. കുട്ടിക്കാലത്ത് അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായ ഒരു ആളാണ്. അപ്പോൾ അത് എത്രത്തോളം ഒരമ്മ എന്ന രീതിയിൽ മാതങ്കിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാതങ്കിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതായത് മകൾക്ക് 10 വയസ്സാവുന്നിടം വരെ മകളെ നോക്കാൻ ആരെയും ഞാൻ വെച്ചിട്ടില്ല. ഇപ്പോഴാണ് ഞാനൊരാളിനെ വെച്ചത്. അത് എൻ്റെ തിരക്കുകൾ എനിക്ക് വളരെ കൂടാൻ തുടങ്ങി. പിന്നെ മാധുവിൻ്റെ ഒരു ക്യാരക്ടർ രൂപപ്പെടുന്ന ഒരു സമയമുണ്ടല്ലോ, ഒരു 5 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെ നിർബന്ധമായിട്ടും നമ്മൾ പാരന്റിങ് എന്ന് പറയുന്ന ഒരു ജോലിയല്ല, അത് വലിയൊരു ഉത്തരവാദിത്വമാണ്. നമ്മളുടെ കുഞ്ഞ് സമൂഹത്തിൽ ഇറങ്ങി എന്ത് ചെയ്യുന്നു, അത് നെഗറ്റീവ് ചെയ്താലും പോസിറ്റീവ് ചെയ്താലും, അവളുടെ ഭാഷയാണെങ്കിലും അവളുടെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ബിഹേവിയർ ആണെങ്കിലും ഒക്കെ അത് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഞങ്ങൾ 2 പേരിൽ ഒരാൾ അവളെ ഫുൾ ടൈം നോക്കാനുണ്ടാവണം എന്നുള്ളൊരു തീരുമാനമായിരുന്നു. ടച്ച് വുഡ് കഴിഞ്ഞ വർഷം വരെ ഏട്ടൻ ജോലിക്ക് പോയിരുന്നില്ല. മാധുവിനെ വളർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഏട്ടൻ റിസൈൻ ചെയ്ത് ഏട്ടൻ അവളുടെ കൂടെ ഇരുന്നിട്ടുണ്ട്. അല്ലാത്തപ്പോഴൊക്കെ ഞാനുണ്ട്. പിന്നെ എനിക്ക് കിട്ടാതെ പോയ കാര്യങ്ങളെല്ലാം എൻ്റെ മകൾക്ക് ഉണ്ടാവണം എന്നുള്ള, അവൾക്ക് ഏറ്റവും നല്ല സ്കൂളിംഗ് ആണെങ്കിലും അവൾക്ക് ഏറ്റവും നല്ല പാരന്റിങ് ആണെങ്കിലും അമ്മ എന്ന് പറയുമ്പോഴും അച്ഛൻ എന്ന് പറയുമ്പോഴും ഓർക്കാൻ ഏറ്റവും, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നല്ല ഓർമ്മകളാണ്. മനസ്സിലായില്ലേ. ഇപ്പം നമ്മളിപ്പം ഒരു ജയിലിൽ പോയി നോക്കൂ, നമ്മൾ നോക്കുമ്പോൾ 18 വയസ്സ് വരെ അച്ഛനമ്മമാരെ സ്നേഹം കിട്ടാതെ വളർന്നിട്ടുള്ള ഒരുപാട് പേര് ക്രൈമിലേക്ക് പോകും. അച്ഛൻ എന്ന് പറയുമ്പോഴും ഓർക്കാൻ ഏറ്റവും, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നല്ല ഓർമ്മകളാണ്. മനസ്സിലായില്ലേ. ഇപ്പം നമ്മളിപ്പം ഒരു ജയിലിൽ പോയി നോക്കൂ, നമ്മൾ നോക്കുമ്പോൾ 18 വയസ്സ് വരെ അച്ഛനമ്മമാരെ സ്നേഹം കിട്ടാതെ വളർന്നിട്ടുള്ള ഒരുപാട് പേര് ക്രൈമിലേക്ക് പോകുന്നുണ്ട്. മനസ്സിലായിട്ടില്ല. എന്നാൽ സ്നേഹിച്ച് ഒരുപാട് വളർത്തിയിട്ടുള്ള കുട്ടികൾക്കും ഇത് സംഭവിക്കുന്നുണ്ട്, അത് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കമ്പാരിറ്റീവ്ലി അതാണ് കൂടുതൽ. അപ്പം ഒരു നല്ല അമ്മയായിരിക്കാൻ എന്നുവെച്ചാൽ ഞാൻ വഴക്ക് പറയാറുണ്ട്, കുഞ്ഞടി കൊടുക്കാറുണ്ട്, ഉപദേശിക്കാറുണ്ട്, ചീത്ത പറയാറുണ്ട്, പഠിപ്പിക്കാറുണ്ട് ഇരുത്തി. എന്നാൽ ഞാൻ ഒന്നും അവളിലേക്ക് അടിച്ചേൽപ്പിക്കാറില്ല. അത് അവളുടെ സ്വാതന്ത്ര്യമാണ്. അവളുടെ നല്ല ക്യാരക്ടർ രൂപപ്പെടുത്തുന്നതിന് വേണ്ട ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ 2 പേരും ശ്രമിക്കുന്നുണ്ട്. അല്ലാണ്ട് നമ്മളുടെ സ്പിരിച്വാലിറ്റി, ഞങ്ങൾ 2 പേരും ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്, അത് അവളിൽ അടിച്ചേൽപ്പിക്കുന്നില്ല. അപ്പോ എന്താ പറയാ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങള് മനഃപൂർവ്വമായിട്ട് അതും ഞങ്ങൾ കെയർ ചെയ്യും. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ അത് കൊണ്ടടക്കട്ടെ, പക്ഷെ ഇങ്ങനെയാണ് വേണ്ടത്, നമ്മളുടെ ധർമ്മം പറയുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ 10 വയസ്സാവുന്നിടം വരെ ഞാൻ മകളുടെ കൂടെ തന്നെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. എന്നാലും എൻ്റെ യാത്രകളും എൻ്റെ സ്കെഡ്യൂൾസ് ഒക്കെ വരുമ്പോൾ അവള് പറയും, അമ്മ എന്തിനാണ് പോകുന്നത്, എനിക്ക് അമ്മയുടെ കൂടെ ഉറങ്ങണം, അമ്മ എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കും. അതെ, മാതങ്കി എന്നൊരു ചെടി ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ മകളും സഫർ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് നല്ല, ഞാൻ പറഞ്ഞു കൊടുക്കും, അമ്മയും കൂടെ ജോലി ചെയ്താലാണ് മാധുവിന് നല്ലതായിട്ട് പഠിക്കാൻ പറ്റുക, നല്ല ജീവിതം ഉണ്ടാവുക, അതിന് വേണ്ടിയിട്ടാണ് അമ്മ കഷ്ടപ്പെടുന്നത്, മാറി നിൽക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അല്ലാതെ പറ്റില്ലല്ലോ. അതെ അതെ. കല്യാണാലോചനയൊക്കെ എങ്ങനെ പോകുന്നു? അതൊക്കെ വന്ന പോലെ തന്നെ പോയി. ഒരു പോസ്റ്റ് മുതൽ അടുത്ത പോസ്റ്റ് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തന്നെ ഭയന്നു പോയി. ഇവിടെ എങ്ങനെയായിരുന്നു അതിന്റെ, അതായത് പെട്ടെന്ന് നമ്മളിങ്ങനെ കാണുമ്പോഴേക്കും ഇവിടെ നിങ്ങൾ അവിടെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ, ഇപ്പൊ ചേച്ചി ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോഴേക്കും ചേച്ചി ചേട്ടനെ വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുകയാണ്.
അപ്പൊ നമ്മള് ഇങ്ങനെ കാണുന്ന ആൾക്കാരെയാണോ ജസ്റ്റ് ഈ ഡിവോഴ്സ്ഡ് ആയി പോയി എന്നൊക്കെ പറയുന്നതെന്ന് ഇതെന്താ അങ്ങനെ വരാനുള്ള ഒരു റീസൺ? അല്ല, അതൊരു ഈ പറഞ്ഞതുപോലെ ഈ കുടുംബം എന്ന് പറയുന്ന ഒരു കാര്യം ഇതെന്തിനാ നമുക്ക് എന്ന് തോന്നുന്നിടം വരെയുള്ള ഒരു ഇത് നമുക്ക് ആവശ്യമുണ്ടോ, നമുക്കിത് വേണോ വേണ്ടയോ എന്ന് തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ട്. എപ്പോഴെങ്കിലും ഒരു മനുഷ്യന് അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. ഇത് നമുക്കങ്ങ് തോന്നുകയാണ്, ഇത് വേണ്ടാന്ന് തോന്നുന്നിടം വരെ ഉള്ളൂ കുടുംബത്തിന്റെ ആയുസ്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു ചെറിയ 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 പ്രയാസം, ഭയങ്കര മൂഡ് സ്വിങ്സ്, നമ്മളെ ഒരുപാട് കെയർ ചെയ്യണം എല്ലാം ഉള്ള ആൾക്കാരാണ്. വളരെ ഒരു നിർദോഷകരമായ ഒരു കാര്യത്തിൽ വളരെ ചെറിയ ഒരു ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ അത് എന്റെ മണ്ടത്തരം എന്ന് എനിക്ക് തോന്നാറുണ്ട്. വളരെ ചെറിയൊരു കാര്യത്തിൽ വളരെ വിഷമിക്കുകയും അതിന് എല്ലാം എഴുതുന്ന ഒരു സ്വഭാവമുണ്ട്. അതോടുകൂടി എന്റെ എഴുത്തങ്ങ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അങ്ങനെ എഴുതിയ ഒരു പോസ്റ്റ് ആയിരുന്നു. പക്ഷെ പോസ്റ്റ് എഴുതി കഴിഞ്ഞ് 2 മിനിറ്റ്സിനുള്ളിൽ ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ അപ്പോഴത്തേനും ഓൺലൈൻ മീഡിയാസ് ഒക്കെ അതെടുത്ത് അങ്ങനെ അങ്ങ് കൊണ്ടുപോയി. അപ്പോഴേട്ടൻ ഇതൊന്നും അറിയുന്നില്ല. ഞാൻ ഏട്ടനോട് ഇത്രയും പിണങ്ങിയിരിക്കുകയാണെന്ന് പോലും ഏട്ടൻ അറിയില്ല. മനസ്സിലായില്ലേ? ഏട്ടനെ അറിയുന്നില്ല. ഏട്ടൻ ഇത്രയും പരിഭവിച്ചിട്ടുണ്ട്. ഏട്ടനോട് ഇത്രയും അയ്യോ ലക്ഷ്മിയോ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ പാവം. അങ്ങനെ വെച്ചു. എടാ ലക്ഷ്മി, ജയ്ഷേട്ടനെ ഓരോരുത്തർ വിളിച്ചു ചോദിക്കുമ്പോഴത്തേനും എടാ നിങ്ങൾ ഡിവോഴ്സ് ആയിരുന്നു. ഡിവോഴ്സോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇതെങ്ങനെയാണ് ഏട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് അഭിനയിച്ച് നിൽക്കാൻ പറ്റാത്തൊരു ഏരിയ ആണ്. അപ്പൊ അതിന്റെ അകത്ത് ഉള്ള ഒരു ലക്ഷ്മിപ്രിയനെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ലക്ഷ്മിപ്രിയനെ മനസ്സിലാക്കിയിട്ടില്ല പ്രേക്ഷകര് എന്നുള്ളൊരു അങ്ങനെ തോന്നിയിട്ടില്ല. അതായത് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഇപ്പം നമ്മളെ ഇഷ്ടമല്ലാത്ത ഒരാളുണ്ടെന്ന് വിചാരിക്കേ, ആ ആൾക്ക് നമ്മൾ എന്ത് ചെയ്താലും ഇഷ്ടപ്പെടില്ല. നമ്മളിനി മോളെ എന്റെ ഒരു ഇപ്പൊ ഞാൻ 40 വയസ്സിലേക്ക് എത്തി. ഇപ്പോഴത്തെ എന്റെ പണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം, എന്നെ എല്ലാവരും സ്നേഹിക്കണം, എന്നെ എല്ലാവരും മനസ്സിലാക്കണം. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടായിരുന്നു എൻ്റെ ഓരോ പെരുമാറ്റവും. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി മനഃപൂർവ്വമായിട്ട് നമ്മളെ ആർക്കും ഇഷ്ടപ്പെടുത്താനൊന്നും നമുക്ക് സാധിക്കില്ല. നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരുടെ ഇഷ്ടം ആവശ്യമില്ല. നമ്മളോട് ദേഷ്യമുള്ളവരെ ദേഷ്യം വെച്ചോട്ടെ, നമ്മളെ വെറുക്കുന്നവരെ വെറുത്തോട്ടെ, ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി. അപ്പം എൻ്റെ ആറ്റിറ്റ്യൂഡും ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് എനിക്കൊന്നുമില്ല. എന്നെ മനസ്സിലാക്കുന്നവർ മാത്രം മനസ്സിലാക്കി 5 പേരുണ്ടാവുള്ളൂ എന്നെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത്. ആ 5 പേരിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ബിഗ് ബോസ് കൊണ്ടുണ്ടായ എൻ്റെ നേട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് എന്ന ആൾക്കാർക്ക് നന്നായിട്ട് പ്രൂവ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ചില കാര്യങ്ങളോട് യോജിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവരെന്നെ ഇഷ്ടപ്പെടണ്ട. ഞാനിനി എന്ത് ചെയ്താലും ഞാൻ അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവർക്ക് പാത്രവും കഴുകി കൊടുത്ത് അവരെ പൊന്നുപോലെ കുളിപ്പിച്ചൊരുക്കി നോക്കി എന്ന് പറഞ്ഞാൽ പോലും അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവാൻ പോണില്ല. അവരെന്നെ ഇഷ്ടപ്പെടണ്ട. അല്ലാണ്ട് എനിക്കൊരു ഭയങ്കരമായ ഒരു നെഗറ്റീവോ ഭയങ്കരമായിട്ടൊരു കാര്യങ്ങളോ ഒന്നും സത്യത്തിൽ ബിഗ് ബോസ് കൊണ്ട് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും കുഞ്ഞു കുട്ടികളടക്കം ഓടി വന്നിട്ട് എൽ പി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് ചുറ്റിനും ഉള്ളത്. ഇപ്പൊ നമ്മുടെ തന്നെ ബാക്ക് മീഡിയയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ക്ലിപ്പിംഗിൽ എടുത്ത് നോക്കിയാൽ അതിനകത്ത് ചേച്ചി പറയുന്നുണ്ട് ബിഗ് ബോസിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് ഇൻറ്റ്യൂഷൻസിന്റെ കാര്യം. അപ്പോ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ റിയാസിന്റെ കാര്യങ്ങളൊന്നും ചേച്ചി കണ്ടിട്ടില്ല, അതൊന്നും ഇൻറ്റ്യൂഷൻ ആയിട്ട് വന്നിട്ടില്ല. അല്ല, അതല്ല ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്, അതല്ലല്ലോ. അല്ല, എന്തെങ്കിലും ഇന്ന ആളുടെ അടുത്ത് ചിലപ്പം അതല്ല ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ, അതല്ല ഇൻറ്റ്യൂഷൻ. ഇപ്പം ഇയാളിൽ നിന്ന് ഇന്നതുപോലെ ഉണ്ടാവും എന്നുള്ളതല്ല ഇൻഡ്യൂഷൻ. കാര്യം പറഞ്ഞപ്പോഴേക്കും നമ്മൾ കാണുന്നത് അത് നെഗറ്റീവായിട്ടുള്ള. ജാനകി ഞാനുമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഒന്നുമില്ല. ഒരാളുമായിട്ട് ഈ പറയുന്നവരുമായിട്ടൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ റിയാസിനെ സംബന്ധിച്ചിടത്തോളം ആ ഡേ 1 തൊട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് റിയാസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സത്യത്തിൽ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. പിന്നെ എന്ന് വെച്ചാൽ കളിയുടെ ഗതിയൊക്കെ മാറി നമ്മൾ ഈ ആള് എന്നുള്ള ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. നമ്മൾ വേറെ ഏതോ ഒരു തലത്തിൽ കൂടെയാണ് നമ്മളെ ചിന്തയും വർത്തമാനവും പെരുമാറ്റവും. അല്ലാതെ റിയാസ് ഇവര് മോശമാണോ അവര് മോശമാണോ നമ്മൾ അങ്ങോട്ട് സങ്കല്പം നമ്മൾ ചീട്ടെടുക്കുന്ന പരിപാടി അല്ല അത്. നമ്മൾക്ക് ഇങ്ങോട്ട് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. ഓഫ് കോഴ്സ് 17 പേരുള്ളതിൽ 16 പേരും എന്റെ ശത്രുക്കളായിരിക്കും. മനസ്സിലായില്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് ഒരുപാട് കാര്യത്തിൽ തോന്നിയിട്ടുണ്ട്, അതൊക്കെ ശരിയുമായിട്ടുണ്ട്. പക്ഷെ റിയാസിന്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ എനിക്ക് റിയാസിനോട് ഭയങ്കര സ്നേഹമാണ്. നമ്മൾ ഒരാൾ സ്നേഹിക്കുമ്പോ
റിയാസിനെ അത്ര ഇതായിട്ട് ലക്ഷ്മി പ്രിയ ആക്കി ഒരുക്കി കൊടുത്തത് ഞാനല്ലേ. ആ ബാത്റൂമിൽ കൊണ്ട് ഇത് അങ്ങനെ പോലെ ഇങ്ങനെ വേണം ഇങ്ങനെ വരിക അങ്ങനെ. അപ്പൊ എനിക്ക് അവനോട് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ എങ്ങനെ ചെയ്തത്. ഞാൻ അവൻ ചെയ്തൊക്കെ കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചിരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ ആരെയും ശത്രുസ്ഥാനത്ത് ഞാൻ ആരെയും കണ്ടിട്ടില്ല, ഒരാളെ. പക്ഷെ എനിക്ക് ഇപ്പൊ ചേച്ചി പറയുമ്പോഴത്തേനും എനിക്കത് ശത്രുസ്ഥാനത്ത് ചേച്ചി കാണില്ല എന്നുള്ളത് എനിക്ക് ഇപ്പൊ ഉറപ്പ് പറയാൻ പറ്റും. പക്ഷെ അന്ന് നമ്മളത് കാണുമ്പോ ചേച്ചിക്ക് എന്തോരം ദേഷ്യം ഉണ്ടാവും. റിയാസിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറയാറില്ല ഇവന്റെ ഭാഷ, പക്ഷെ ഇവന് ഈ നെഗറ്റീവ്സ് പറയുമ്പോഴും ഈ നെഗറ്റീവ്സ് ചിന്തകളും ഈ കൊരകൊര എല്ലാത്തിനും ഇങ്ങനെ കോരിയിടുകയൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും എനിക്ക് ഇഷ്ടമില്ല. നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ടല്ലോ. ഞാൻ ഒരു മനുഷ്യന്റെ കൂടെ ഇരിക്കുമ്പോൾ ആ മനുഷ്യനിൽ നിന്ന് എനിക്ക് വേണ്ട ഒരു സംഗതി ഉണ്ട്, അത് മാത്രം ഞാൻ എടുക്കുള്ളൂ. എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടായപ്പോൾ ബ്ലസ്ലിയുടെ അടുത്താണ്. അത് ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്, അതെനിക്ക് മാറ്റാൻ പറ്റിയേയില്ല. ഇപ്പൊ ബ്ലസ്ലിയുടെ എന്തോ കേസൊക്കെ വന്നില്ലേ, ജയിലിലൊക്കെ അല്ലേ, ഇപ്പൊ ജയിലല്ലേ. അതാണ് ഒരു ഫേക്ക് പേഴ്സൺ എത്ര നാളാണ് ഇത് ഇട്ടിട്ടിരിക്കാൻ പറ്റുക? ഈ കേസ് വേറെ ആർക്കും ഉണ്ടായിട്ടില്ലല്ലോ, റിയാസിന് ഉണ്ടായിട്ടില്ലല്ലോ. മനസ്സിലായില്ല? അവരൊന്നും ഫേക്ക് പേഴ്സൺസ് അല്ല. ഫേക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എപ്പോഴും ബ്ലസ്ലി മാത്രമാണ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം എന്താ വെച്ചാല് ഇവൻ മദ്യം മയക്കുമരുന്ന് ഇതിനൊക്കെ ഭയങ്കര അഗെയിൻസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാണല്ലോ. എന്നിട്ട് ഈ ലാസ്റ്റ് നമ്മുടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ, മീൻസ് നമ്മുടെ പിന്നെ എല്ലാവരുടെ ഒരു ഗ്യാതറിങ്, എല്ലാവരും തിരിച്ചു വന്ന റീയൂണിയൻ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഷാമ്പയിനോ എന്തോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാണുന്നത് ഈ എല്ലാരും പോയൊക്കെ കഴിഞ്ഞപ്പം ഇവൻ ഇങ്ങനെ ഇത് കഴിക്കാനുള്ള ഭയങ്കരമായ ടെൻഡൻസി. ഞാൻ ദൂരെ ഇരുട്ടത്തിരിക്കുന്നത് ഇവൻ കാണുന്നില്ല. ഇവനത് എടുക്കണു, മണപ്പിച്ചു നോക്കുന്നു, ഒരു ഇച്ചിരി കുടിച്ചു നോക്കുന്നു, വെക്കുന്നു. അവൻ 3 കുപ്പി ഷാമ്പയിൻ ഉണ്ടായിരുന്നു, 3 അവൻ കുടിച്ചു തീർത്തിട്ടുണ്ട്. ബ്ലസ്ലി അതിന്റെ മുന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ എല്ലാരും പോയല്ലോ, ഔട്ടായി. ഞങ്ങൾ 5 പേരേ ഉള്ളൂ. ഓരോരുത്തർക്കും ചുമയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്ത ചുമയുടെ കഫ് സിറപ്പ് ഇവൻ കഴിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പാർട്ടി ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആഫ്റ്റർ ബിഗ് ബോസ് ഷോ ഞങ്ങൾക്ക് പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയിൽ ഇവൻ സ്മോക്ക് ചെയ്യുന്ന വീഡിയോ എത്ര പേരുടെ കയ്യിലുണ്ടെന്ന് അറിയോ? ഇതൊന്നും നമ്മൾ ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ കേസ് വന്നുകൊണ്ട് പറയുന്നില്ല. ഒരു ഫേക്ക് പേഴ്സൺ ഓൾവേസ് ഒരു ഫേക്ക് പേഴ്സൺ തന്നെ ആയിരിക്കും. അവർക്ക് അതിൽ നിന്ന് മാറാനൊന്നും പറ്റില്ല. മനസ്സിലായില്ലേ? അതിന് ഇനി ബ്ലസ്ലിയുടെ അനുകൂലികൾ എന്നെ തെറി പറഞ്ഞാലും ഒന്നും ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇത് ഞങ്ങള് ആ കൂടെ ഉണ്ടായിരുന്ന നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കോളൂ. ഇത് ധന്യയോട് ചോദിച്ചു നോക്കൂ, നിങ്ങള് അഖിലിനോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കോളൂ, നിമിഷയോട് ചോദിച്ചു നോക്കൂ, ജാസ്മിനോട്, ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കോളൂ. ഇത് ഉണ്ടായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് ഇഷ്ടപ്പെടാത്തത് ബ്ലസ്ലിനെയാണ്. എനിക്കിപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് വേറെ ആരുമായിട്ടും ഒരുമിച്ചിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. റോബിൻ എന്റെ ബ്രദറാണ്, ഞാൻ റോബിന് മാത്രമേ എനിക്ക് ബന്ധമുള്ളൂ. പിന്നെ ധന്യായിട്ടും ബിഗ് ബോസിന്റെ ബേസിലല്ല ധന്യായിട്ടുള്ള റിലേഷൻഷിപ്പ്, അല്ല ധന്യ ആർട്ടിസ്റ്റ് ആണല്ലോ. എനിക്ക് ധന്യായിട്ടും പിന്നെ റോബിനുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. ഞാൻ വേറെ ആരെയും കാണാൻ പോലും ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പൊ റോബിൻ മത്സരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഷെയറുകൾ ഒരുപാട് വരുന്നുണ്ടായിരുന്നു. ചേച്ചി ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോഴത്തേന് ആദ്യമേ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ഈ മത്സരം? എന്നെ ആദ്യമേ ഇല്ല, അങ്ങനെ ഞാൻ ചോദിച്ചില്ല. അതായത് നമ്മളിപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെ പേഴ്സണൽ കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. പക്ഷെ റോബിൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ കോൾ എടുക്കാൻ പറ്റില്ല, ഞാൻ എന്തോ ഭയങ്കര തിരക്കുകളാണ്, തിരിച്ചു വിളിച്ചില്ല. പിന്നെ എനിക്ക് കിട്ടുന്ന മൊത്തം ഇങ്ങനത്തെ ഫോട്ടോസ് അവൻ തന്നെ അയച്ചു തരുന്നുണ്ട്. അതിന് ട്രോൾ ആണോ ഇത് എന്താ സത്യം എന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. എനിക്ക് റോബിനെ വിളിച്ച് സംസാരിക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല. മത്സരിക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതൊരു അടുത്തൊരു ഘട്ടമല്ലേ ലൈഫിന്റെ, അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഈ കുറച്ച് സ്പിരിച്വൽ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയാലോ അല്ലെങ്കിൽ നമ്മളൊരു രാഖി കെട്ടിയാലോ ഉടൻ തന്നെ നമ്മളെ സംഗി എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോ ഇത് അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കത് അഭിമാനം മാത്രമേ ഉള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ട് തെറി പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഇതിപ്പോ ആൾക്കാര് ഇതിപ്പോ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തെറിവിളി കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരിക്കും. എന്തുകൊണ്ടാണ് ഈ ഒരു നമ്മുടെ BJP ആ ഒരു റിലേറ്റഡ് ആൾക്കാരായിട്ട് നിൽക്കുമ്പോൾ ഇത്രയേറെ തെറിവിളി കേൾക്കാനായിട്ടുള്ള ഒരു അത് BJP എന്നല്ലല്ലോ, ഇപ്പം BJP അല്ലാത്ത ആൾക്കാരും പിന്നെ ചരട് കെട്ടാറുണ്ട്. എത്രയോ നമ്മുടെ സന്തോഷ് കീഴാറ്റൂരി ഏട്ടനൊക്കെ ഭയങ്കര കമ്മ്യൂണിസ്റ്റ് ആണ്. സന്തോഷ് ഏട്ടൻ മല ചവിട്ടി, സന്തോഷ് ഏട്ടന്റെ വീട്ടില് പൂജാമുറിയില് പുതിയ വീടിന്റെ പാല് കാച്ചിന് ഗണപതി ഹോമം നടത്തി. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്, നമ്മളുടെ ബിലീഫ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടമാണ്. അതായത് ഏത് രാഷ്ട്രീയം സ്വീകരിക്കാം, നമുക്ക് ഏത് മതവിശ്വാസവും എന്തും ഫോളോ ചെയ്യാം. അപ്പൊ ഇത് ചെയ്യുന്നവരൊക്കെ സംഘികളാണ് എന്ന് പറയുന്നവരോട് എനിക്ക് യോജിപ്പൊന്നുമില്ല.
പക്ഷെ ഞാൻ പറയാറുണ്ട് ഞാൻ സംഖ്യയാണെന്ന് ഞാൻ പറയാറുണ്ട്, ഞാൻ അതാണെന്ന് നിങ്ങൾ പറഞ്ഞു. എനിക്ക് ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് ഇല്ല കേട്ടോ. എനിക്ക് BJP എന്നല്ല, എനിക്ക് ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് ഇല്ല. എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കളുമാണ്. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഞാൻ കുലസ്ത്രീ ഇതൊക്കെ ഓരോരുത്തർ പറയുന്ന ആ ടാഗ് എന്താണ്? മോൾ എന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. 18 വയസ്സ് ഞാൻ എഴുതിയിരുന്നു, ഇപ്പൊ എഴുതിയിരുന്നു ഒരു പോസ്റ്റായിട്ട്. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതും ഏറ്റവും മൂല്യവത്തായിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്ന 2 തീരുമാനങ്ങളും 18 വയസ്സിന് മുമ്പ് എടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഒന്ന്, ഞാൻ കാസ്റ്റ് കൺവേർട്ട് ചെയ്തത്. 2, ജയ്ഷേട്ടനെ കല്യാണം കഴിച്ചത്. ഒരു സ്ത്രീയുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള 2 തീരുമാനങ്ങൾ. ഒന്ന്, ഞാൻ ആരെ കല്യാണം കഴിക്കണം എന്നുള്ളത്, അത് ഞാൻ എടുത്ത തീരുമാനമാണ്. എൻ്റെ പാരൻസിനോ എൻ്റെ ചുറ്റിനും നിൽക്കുന്നവർക്കോ അതിൽ യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല. എൻ്റെ കാസ്റ്റ് ഞാൻ കൺവേർട്ട് ചെയ്തത് അത് എൻ്റെ ധീരമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. ഓക്കെ, ഈ പിൽക്കാലത്ത് ഞാൻ തിരിഞ്ഞു നോക്കി ആലോചിക്കുമ്പോൾ ഞാനെടാ എന്നെ ആ പ്രായത്തിൽ ഞാൻ ഇത്ര വലിയ തീരുമാനം എടുത്തല്ലോ, ഒരാളുടെയും ഒരു ഇൻവോൾവ്മെന്റും ഇല്ലാതെ എടുത്തല്ലോ എന്നിരിക്കും. 3, ഏത് തൊഴിൽ ചെയ്ത് ഞാൻ ജീവിക്കണം എന്നുള്ളൊരു തീരുമാനം. എനിക്കൊരു അഭിനേത്രി ആകണം എന്നുള്ളത് കുട്ടിക്കാലം മുതലേ എൻ്റെ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും 10-16 വയസ്സ് തൊട്ടിട്ട് പ്രൊഫഷണൽ നാടകം കളിച്ചിട്ടാണ് ഞാൻ എൻ്റെ കരിയർ ആരംഭിക്കുന്നത്. ഓക്കെ, 18 വയസ്സായിട്ട് ഞാൻ ഒരാളെ കല്യാണം കഴിച്ചിട്ട് ഞാൻ എന്നിലെ നിങ്ങൾക്കൊക്കെ എന്നെ എങ്ങനെ അറിയുന്നത്? ഞാനൊരു നാടകം കളിച്ച് നടന്ന ആളായിട്ടല്ല അറിയുന്നത്. ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന സിനിമാ താരമായിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതും. നിങ്ങൾ എല്ലാവരും എൻ്റെ മുന്നിൽ ഇന്റർവ്യൂവിനും എല്ലാത്തിനും എന്നെ പരിചയപ്പെടുന്നതും എന്നെ സ്വീകരിക്കുന്നതും എനിക്കൊരു ഉദ്ഘാടനം തരുന്നതാണെങ്കിലും എനിക്കൊരു മൊമെന്റോ തരുന്നതാണെങ്കിലും ഒക്കെ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന സിനിമാ നടിയെ അന്വേഷിച്ചിട്ടാണ് എല്ലാവരും വരുന്നത് അല്ലേ. അപ്പം ആ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയത് എനിക്കൊരു കുടുംബം ഉണ്ടായതിനു ശേഷമാണ്. കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരും ഇത് അടച്ചുപൂട്ടുന്ന സമയത്താണ് ഞാൻ 19 വയസ്സിൽ ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്നത്. എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, പൈസ സമ്പാദിച്ചിട്ടുണ്ട്. ഞാൻ 2 വീട് ഉണ്ടാക്കിയിട്ടുണ്ട്, 2 വീട് വാങ്ങിച്ചിട്ടുണ്ട്, കാറുകൾ വാങ്ങിച്ചിട്ടുണ്ട്, അത്യാവശ്യം സേവിങ്സ്, ഗോൾഡ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ കുടുംബവും എൻ്റെ പ്രൊഫഷനും ഒരുപോലെ ഞാൻ കൊണ്ടുപോയിട്ടാണ്. ഓക്കെ, ഒരു മകളെ പ്രസവിച്ചു, ആ മകളുടെ എല്ലാ കാര്യങ്ങളും നോക്കി. അപ്പോഴും മോളിപ്പോൾ ഈ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു അധ്യാപിക അവരുടെ ജോലി ചെയ്യുന്നു, ഒരു ഡോക്ടറുടെ ജോലി ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ പ്രൊഫഷനെ കണ്ടിട്ട് ഞാൻ എൻ്റെ കരിയറും എൻ്റെ കുടുംബവും ഒരുമിച്ചാണ് കൊണ്ടുപോയത്. അപ്പൊ എവിടെയാണ് ഇവർ പറയുന്ന കുടുംബം മാത്രം നോക്കി വീട്ടിൽ ഒതുങ്ങി ഭർത്താവിൻ്റെ എന്താ പറയാ, ഇവർ പറയുന്നത് എന്തൊക്കെയാണ്, ഭർത്താവിനെ മാത്രം അടിമപ്പെട്ട്, എവിടെയാണ് എന്നിലെ സ്ത്രീ എവിടെയാണ് അടിമയായിട്ടിരിക്കുന്നത്? അപ്പൊ ഇവര് കുലസ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്റെ രൂപം വെച്ചിട്ടാണെങ്കിൽ അതിൽ ഞാൻ അഭിമാനിക്കുന്നു. കമുണ്ട് നേരിയതൊക്കെ കൊടുത്ത് പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയായിട്ടിരിക്കുന്ന ഒരാളെയാണ് അവർ വർണ്ണിക്കുന്നെങ്കിൽ ഓക്കെ. പക്ഷെ മറ്റേ സൈഡ് ആലോചിച്ച് നോക്കൂ, അവര് ചിന്തിക്കുന്നതിന് മുമ്പേ എന്റെ ഈ തീരുമാനങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇവര് മനസ്സിലാക്കേണ്ടത് കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ പില്ലറാണ്. ഈ കുടുംബം ഇല്ലാത്ത കുറച്ചു പേരുണ്ടായിക്കോട്ടെ നമ്മുടെ സമൂഹത്തിൽ, അവരും വേണം, കുടുംബമുള്ളവരും വേണം. കുടുംബമേ ഇല്ല, ഇവർ ചിന്തിക്കുന്ന പോലെ എല്ലാവരും നവോത്ഥാന കമ്മിറ്റിക്കാരായിട്ടും അതിൻ്റെ ക്ലാസ്സും എടുത്ത് ഭർത്താവ് വേണ്ട, അച്ഛൻ വേണ്ട, ആങ്ങള വേണ്ട, മക്കൾ വേണ്ട എന്ന് തീരുമാനിച്ച് നടക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിന് എന്താണ് പ്രസക്തി? നമ്മുടെ സാമൂഹിക അന്തരീക്ഷം എങ്ങനെയായിരിക്കും? അരാജകത്വം നിറഞ്ഞതായിരിക്കും അല്ലേ. ഇപ്പൊ പുരുഷന്മാരെ മാത്രം ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ആ ലോകം എന്ത് ബോറായിരിക്കും ഇല്ലേ. സ്ത്രീകളും മാത്രമായിട്ട്, ലെസ്ബിയൻസ് മാത്രമായിട്ടുള്ള ഒരു കൾച്ചർ ആണെങ്കിൽ അത് എന്ത് ബോറായിരിക്കും. എല്ലാം ഉണ്ടായിക്കോട്ടെ, ഇതൊരു ഉദ്യാനമാണെങ്കിൽ ഇതിലെ പല തരത്തിലുള്ള പൂക്കൾ വേണ്ടേ, പല വർണ്ണങ്ങൾ വേണ്ടേ. ഞാൻ അങ്ങനെയാണ് എന്നെ മനസ്സിലാക്കുന്നത്. അപ്പൊ എനിക്ക് എങ്ങനെയാണ് അങ്ങനത്തെ ഒരു ടാഗ് ഇടുന്നവർ എന്റെ ഇതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. എഴുതാൻ തുടങ്ങിയത് കല്യാണത്തിന് ശേഷമാണ്. ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, വായിക്കുന്ന പുസ്തകങ്ങളാണ് ഇവിടെ 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 ഉണ്ട്. പുതിയ പുസ്തകങ്ങളാണ്. വായിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട്, എഴുതാൻ സമയം കണ്ടെത്തുന്നുണ്ട്, പ്രസംഗിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവിന് കൊടുക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ഭർത്താവ് എന്നെ അടിമയാക്കി വെച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ അടിവസ്ത്രങ്ങൾ കഴുകി കൊടുത്തിട്ടില്ല, ഇന്ന് വരെ കഴിച്ചില്ല. അദ്ദേഹത്തിന് ഞാൻ ഷർട്ട് അയൺ ചെയ്ത് കൊടുത്തിട്ടില്ല. അദ്ദേഹം കഴിക്കുന്ന പ്ലേറ്റ് അദ്ദേഹം തന്നെയാണ് കഴുകുന്നത്. അത് അദ്ദേഹം ചെറുപ്പത്തിൽ, അത് ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്ത ശീലമൊന്നുമല്ല, അദ്ദേഹം ചെറുപ്പം മുതൽ അതാണ് ഫോളോ ചെയ്ത് വളരുന്നത്. അത് എന്റെ ഭാഗ്യമാണ്. അല്ലാണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അയ്യോ നീ കുലസ്ത്രീ ആയിട്ടിരിക്കും പറഞ്ഞ അങ്ങനെയൊന്നുമല്ല. പിന്നെ ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ കുടുംബത്തിന്റെ മന്ത്രിയാണ്. ഭർത്താവ് കൊണ്ടുവരുന്നതൊക്കെ നോക്കി ആ ഒരു സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് സ്ത്രീകളിലൂടെയാണ് നിലനിൽക്കുക. ഞാനൊരു ദൂരത്തായിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ എനിക്ക് 2 വീടും ഉണ്ടാവില്ല, 2 കാറും ഉണ്ടാവില്ല, സ്വർണ്ണം ഉണ്ടാവില്ല, എന്റെ മകളെ നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാനും വല്ല ഒന്നും പറ്റില്ല അല്ലേ. അപ്പം
അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം മദ്യപാനിയല്ല, സിഗരറ്റ് വലിക്കുന്ന ആൾ, എന്റെ ഭാഗ്യം അല്ലേ. അപ്പം ഇതെല്ലാം കൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നതിനെ കുറിച്ച് ഇവരാരും ചിന്തിക്കുന്നില്ല. മനസ്സിലായിട്ടില്ലേ? അപ്പൊ പിന്നെ എന്ത് ടാഗ് ലൈൻ ആണ് ഈ നവോത്ഥാന കമ്മിറ്റിക്കാർ എനിക്ക് തരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സ്ത്രീകളെ അടിമയാക്കി വെക്കുന്നു എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ കുലസ്ത്രീ എന്നുള്ള ഒരു ടാഗ് അതൊക്കെ വരുമ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഭർത്താക്കന്മാർക്കും ഒരു റോൾ ഉണ്ട്. അല്ലെങ്കിൽ ഏതൊരാണായിക്കോട്ടെ, ഇപ്പൊ അച്ഛനായിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, ബ്രദർ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഒരു ഇതുണ്ട്. ഇപ്പൊ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചീനെ കൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യിക്കുന്നില്ല, അല്ലെങ്കിൽ അടിമയാക്കി വെക്കുന്നില്ല, അത് ഈക്വൽ ആയിട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറയും. ഇത് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അപ്പൊ അവിടെയാണെന്ന് തോന്നുന്നു ആളുകൾക്ക് ഞാൻ അപ്പോഴായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വീട്ടിലേക്ക് 100 ദിവസം എന്റെ ചെറിയ മകളാണ്, അതിന് 4-5 വയസ്സേ ഉള്ളൂ മാധുര ആ സമയത്ത്. 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇട്ടിട്ട് ബിഗ് ബോസ് പോലെ ഒരു വീട്ടിലേക്ക് എനിക്ക് 100 ദിവസം മാറി നിൽക്കാൻ പറ്റുന്നെങ്കിൽ എന്റെ ഭർത്താവിന്റെ തോളിൽ ആ ഉത്തരവാദിത്വം മുഴുവനും കൊടുത്തിട്ടല്ലേ അല്ലേ. അപ്പം എനിക്ക് ആ സപ്പോർട്ട് അത് തന്നെ ഒരു ചിന്തിച്ചാൽ പോരെ. എനിക്ക് എത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഭർത്താവാണ്. പിന്നെ ഞാൻ എഴുതുമ്പോൾ ഞാൻ അഭിപ്രായം ചോദിക്കാറില്ല. എഴുതി പോസ്റ്റ് ചെയ്ത് ആ പോസ്റ്റ് ആരെങ്കിലും ജയശേട്ടന് ഷെയർ ചെയ്ത് കിട്ടുമ്പോഴാണ് ആ ലക്ഷ്മി ഇങ്ങനെ എഴുതിയല്ല, ആ നന്നായിട്ടുണ്ടല്ലോ, അല്ലാണ്ട് ലക്ഷ്മി ആ പോസ്റ്റ് എഴുതി തെറ്റായി പോയിട്ട് അത് പിൻവലിക്കണം എന്ന് ഇന്ന് വരെ എന്റെ ഭർത്താവ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഞാൻ വേറൊരു വ്യക്തിയാണ് അല്ലേ. അതിനുള്ളൊരു എന്നാ പിന്നെ രണ്ടുപേരും ബഹുമാനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, രണ്ടുപേർക്കും അതുണ്ട്. ഞങ്ങള് വഴക്കിടുമ്പോ അതുണ്ടാവില്ല. അത് സ്വാഭാവികം. പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷം എന്താണ്? പുതിയ വിശേഷം പുതിയ വീട്ടില്, തൃപ്പൂണിത്തുറയിലെ കരിങ്ങാച്ചിറ വീട്ടില് ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോണു. ഇപ്പൊ എന്താ പറയാ, യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ പണ്ടൊക്കെ പറ്റിയിരുന്നില്ല, പേടിയും ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ. പിന്നെ ജയ്ശേട്ടനുണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയും ഓരോ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ പുഷെന്നും പുള്ളെന്നും എഴുതിയിരിക്കും. ഞാൻ ആ രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും ചെയ്യുന്നത്. അതുപോലെ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു ചെക്ക് എഴുതാൻ എനിക്ക് അറിയില്ല, ബാങ്കിങ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ എല്ലാം പഠിച്ച് ഇപ്പൊ വേണമെങ്കിൽ തന്നെത്താനെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് യാത്ര പോകാനൊക്കെ പറ്റുന്ന ഒരാളായിട്ട് ഞാൻ മാറി. പുരോഗമനം ഉണ്ട് ഒരുപാട്. അപ്പം മുമ്പ് എന്ന് വെച്ചാൽ ജയ്ശേട്ടൻ ഒരു കുടയായിട്ട് ആ കുട ഇങ്ങനെ നീട്ടിത്തരും, ആ കുടയുടെ തുമ്പത്ത് പിടിച്ച് നടന്ന ആള് ഇപ്പൊ സ്വന്തമായിട്ട് യാത്ര ചെയ്യാനും എന്താ പറയാ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എനിക്ക് തന്നെ ചിരിയുണ്ട്, ഇവർ എന്തിനാ എന്റെ കുള്ള സ്ത്രീ. ഞാൻ വെച്ചാൽ അടിച്ചു പൊളിക്കാൻ, അങ്ങറ്റ അടിച്ചു പൊളിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. മോഡേൺ ഡ്രസ് ഇടാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ ഇടാറുമുണ്ട്, മോഡേൺ ഡ്രസ് ഇടാറുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ടാഗ് ലൈൻ എന്നുള്ളത് എനിക്ക് പിടികിട്ടുന്നില്ല. ഞാൻ എന്താ പറയാ എല്ലാത്തരം വേഷങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ തുണിയില്ലാതെ നടക്കുന്നതോട് അഭിപ്രായക്കുറവുണ്ട്. അതിന് ആര് ചെയ്താലും അതിനോടൊരു അഭിപ്രായം ഉണ്ടാവില്ല. അതെനിക്ക് ഞാൻ ധാരാളം വിദേശ യാത്രകൾ ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ടാണ്. അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാല് വിദേശത്ത് സൂര്യപ്രകാശം വളരെ കുറച്ച് മാസങ്ങളെ കിട്ടുകയുള്ളൂ. അവർക്ക് ഈ വൈറ്റമിൻ ഡി പോലെ അവരുടെ സ്കിന്നിന് ഒരുപാട് ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് അവര് ഈ വസ്ത്രം കുറച്ചിട്ട് നടക്കുന്നത്. അല്ലാത്ത സമയത്ത് എല്ലാം അവർ മൂടി പൊതിഞ്ഞാണ് നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അത് മനസ്സിലാവാത്തതുകൊണ്ട് അവരിങ്ങനെ നടക്കുന്നു. മനസ്സിലായോ? അപ്പം അതിപ്പോ അവരുടെ തൊഴിലിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടാ അവരിട്ടോട്ടെ. അല്ലാതെ നടക്കുന്ന അങ്ങനത്തെ കാര്യത്തിനോട് മാത്രമേ ഞാൻ എതിർപ്പ് പറയാറുള്ളൂ. അല്ലാതെ ഏത് തരം മോഡേൺ ഡ്രസ്സും അവനവന് യോജിക്കുന്നതാണെങ്കിൽ ഇട്ടോട്ടെ. ഇത് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇനി എന്റെ മകള് ചെയ്താലും എനിക്ക് അതിനോട് യോജിക്കാനല്ലേ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. പുതിയ എന്താ പറയാ സിനിമ പുതിയ ഇപ്പം ഒരു സിനിമ ചെയ്തു കഴിഞ്ഞു, അതിന്റെ ഡബിങ് നടന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ എന്റെ പ്ലേ ഉണ്ട്, ഹിഡിംബി എന്ന് പറഞ്ഞിട്ട് പ്ലേ ഉണ്ട്. അത്യാവശ്യം എഴുത്തു പരിപാടികളുണ്ട്. യാത്ര ഞാനിങ്ങനെ ഇപ്പൊ ദുബായിലും ഇവിടെ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ദുബായിൽ 1-2 കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അതൊക്കെ ഇങ്ങനെ ചെയ്ത് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ട്രാവലും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അമ്മയുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഫെബ്രുവരി 12-ാം തീയതി കുടുംബസംഗമമാണ്. ഇന്നും ഇപ്പൊ അതിന്റെ മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് വിശേഷം. എപ്പോഴും തിരക്കായിരിക്കാൻ ഇഷ്ടമാണ്. വെറുതെ ഇരിക്കാനും ഇഷ്ടമാണ്. പക്ഷെ ആ വെറുതെ ഇരിക്കൽ ഉണ്ടാവില്ല. എന്തെങ്കിലും വായിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എഴുതുന്നുണ്ടാവും.
അതാണ് മൊത്തത്തിൽ അങ്ങനെ. അപ്പൊ എന്താ പറയാ, കുറച്ചു നേരം സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് താങ്ക് യു. കുറച്ചു നേരം പറ്റുള്ളൂ. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ നല്ല നല്ല സാരികൾ ഭയങ്കര ഇഷ്ടമാണ്. സാരി സാരിയുടെ ഒരു കളക്ഷൻ ആയിട്ട് നമ്മൾ അടുത്തൊരു എപ്പിസോഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ സൗകര്യം നോക്കി കാഞ്ചീപുരത്തിനോടും ഈ കോട്ടൺ സാരീസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ഒക്കെ എന്നും ഓരോ ഫംഗ്ഷൻ ഉണ്ടാവും, പുതിയ പുതിയ സാരികൾ ഉടുത്തു പോകാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ താങ്ക് യു സോ മച്ച്. ഓക്കെ മോളെ, ഓക്കെ, താങ്ക് യു, ബൈ.